നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാമിലേക്ക് നുഴഞ്ഞു കയറി നിരപരാധികളായ 26 പേരെ പാക് ഭീകരർ കൊന്നൊടുക്കിയപ്പോൾ ആർക്കും നാവില്ലായിരുന്നു ഒരക്ഷരം പ്രതികരിക്കാൻ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നല്ല കിടിലൻ മറുപടി കൊടുത്തപ്പോൾ പലരുടെയും നാവ് പുറത്തേക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം പാകിസ്ഥാന് വേണ്ടി നിരവധി പേരാണ് കരഞ്ഞത്. അങ്ങനെ പാകിസ്ഥാന് വേണ്ടി കുരച്ചവർ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാഗ്പൂരിൽ അറസ്റ്റിലായ ഒരു മലയാളി ഉണ്ടല്ലോ, റിജാസ്. ഓൻ്റെ കേരളത്തിലുള്ള കേസുകളിൽ ഇപ്പോൾ കേന്ദ്ര സംഘം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അവിടെയും തീർന്നില്ല. മഹാരാഷ്ട്ര ATS കൊച്ചിയിലെത്തി റിജാസിന്റെ വീട് വളഞ്ഞ് പരിശോധന നടത്തി എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന, നാഗ്പൂർ പോലീസ് എന്നിവർ സംയുക്തമായി കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കൊച്ചി എളമക്കരയ്ക്കടുത്തുള്ള കീർത്തി നഗറിലെ റിജാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. റിജാസിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്ത സംഘം കേരളത്തിലുള്ള കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളും ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. കശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രതിഷേധിച്ചതിന് റിജാസ് അടക്കം 10 പേർക്കെതിരെ ഏപ്രിൽ ഒടുവിൽ പോലീസ് കേസെടുത്തിരുന്നു. അനുമതിയില്ലാതെയുള്ള സംഘം ചേരൽ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. റിജാസിന്റെ വീട്ടിൽ നിന്ന് ചില ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പെൻഡ്രൈവും ഫോണും പുസ്തകങ്ങളും അടക്കം മഹാരാഷ്ട്ര ATS ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെയും നീക്കം. പോലീസ് സംഘം കൊച്ചിയിൽ ഇപ്പോൾ തുടരുകയാണ്. കേസിൽ നാഗ്പൂർ ലഗത്ഗഞ്ച് പോലീസാണ് റിജാസിനെ അറസ്റ്റ് ചെയ്തത്. കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരുടെ വീടുകൾ പൊളിച്ചതിനെതിരെ വലിയ മുറവിളിയായിരുന്നു റിജാസ് നടത്തിയത്. ഇതുമാത്രമല്ല, മറ്റ് പലരെയും കൂട്ടി പ്രതിഷേധം നടത്താൻ തുനിഞ്ഞിറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ ഈ പറയുന്ന റിജാസിന് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒന്നും വേണ്ടായിരുന്നു. ഭീകരർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ മാത്രമാണ് റിജാസിന് പ്രതിഷേധിക്കാനുള്ള ത്വരയുണ്ടായത്. അന്ന് പ്രതിഷേധിച്ച റിജാസിനെ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ ഇയാളുടെ കൂടുതൽ വിവരങ്ങളൊന്നും അന്ന് പരിശോധിക്കാനൊന്നും പോലീസ് തയ്യാറായില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ സംഘം ഈ കേസിന്റെ വിശദ വിവരങ്ങളും കൂടി അന്വേഷിക്കുകയാണ്. പോലീസിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് ശേഖരിച്ചിട്ടുമുണ്ട്. റിജാസിന് കൊച്ചിയിലുള്ള ബന്ധങ്ങളെ പറ്റിയും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മറ്റ് ഇടപെടലുകളുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ചുകൊണ്ട് റിജാസ് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ഇതിലാണ് അറസ്റ്റ് ഉണ്ടായത്. ഒപ്പം സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചുവെങ്കിലും റിജാസ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമാണ് എന്നൊക്കെ ഇയാൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. CPI മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും FIR-ലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെത്തി കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സംഘം എത്തിയത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 149, 192, 351, 353 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ. അറസ്റ്റിനിടെ നിരോധിത മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസും അതുപോലെ തന്നെ ATS-ഉം കൂടാതെ IB സംഘവും ഇപ്പോൾ റിജാസിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. റിജാസിന്റെ മാതാവ്, പിതാവ്, സഹോദരൻ എന്നിവരിൽ നിന്ന് സംഘം മൊഴിയെടുത്തിരുന്നു. റിജാസിന്റെ ബന്ധങ്ങൾ സംബന്ധിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് മഹാരാഷ്ട്ര പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള പോലീസിനോട് സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂനെയിൽ പഠിക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ഇഷ കുമാരിക്കൊപ്പം ലഗത്ഗഞ്ച് പ്രദേശത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു റിജാസ്. കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ റിജാസ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപലപിച്ചിരുന്നു. അതോടൊപ്പം നക്സലൈറ്റുകൾക്കെതിരായ പ്രവർത്തനങ്ങളെയും വിമർശിക്കുന്നുവെന്ന് നഗരത്തിലെ ലഗത്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നുണ്ട്.
കളമശ്ശേരി സ്ഫോടനത്തിൽ നൽകിയ കസ്റ്റഡി വാർത്തയുടെ പേരിലും റിജാസ് എം ഷീബ സിദ്ദിഖിനെതിരെ വടകര പോലീസ് മുൻപ് കേസെടുത്തിരുന്നു. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിനായിരുന്നു അന്ന് കേസെടുത്തത്. അന്ന് കലാപാഹ്വാനത്തിനുള്ള IPC 153 കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ കോടതി വെറുതെ വിട്ട നിസാമിനെയാണ് കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് പോലീസ് തടഞ്ഞുവെച്ചത് എന്നായിരുന്നു വാർത്ത. സംഭവത്തെ തുടർന്ന് തണ്ടർ ബോൾട്ടിന്റെ അകമ്പടിയോടെ സായുധ പോലീസ് സംഘമെത്തിയാണ് നിസാമിനെ കൊണ്ടുപോയിരുന്നത്. മാർട്ടിൻ കുറ്റം സമ്മതിച്ചിട്ടും ഏറെ കഴിഞ്ഞ ശേഷമാണ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചത്. മാർട്ടിൻ കുറ്റം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെടുമായിരുന്നുവെന്നും നിസാം പറഞ്ഞിരുന്നു. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടല്ല സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എന്ന് SP പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനെ കേരളം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നിന്നപ്പോൾ കലാപത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് റിജാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പല കൈവിട്ട കളികളും റിജാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തേത് കുറച്ചധികം കടന്ന കളിയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. ഇയാളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ അന്വേഷണം മുൻപോട്ട് പോകുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് മഹാരാഷ്ട്ര ATSഉം പോലീസും മാത്രമല്ല IBയും പോലും റിജാസിനെ ചുറ്റിപ്പറ്റി അന്വേഷണം ശക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെയോ റിജാസുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ റിജാസിനെ പിന്തുണച്ചുകൊണ്ട് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒരു പോസ്റ്റ് പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് രാജ്യദ്രോഹിയാക്കി പിടിച്ചകത്തിടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും കമന്റുകളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒന്ന് ഓർക്കണം, പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ ഈ പറയുന്ന റിജാസ് എന്തുകൊണ്ടൊരു വാർത്ത പോലും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പോലും പോസ്റ്റ് ചെയ്യാതിരുന്നത്? തുടർന്നിങ്ങോട്ട് ഭീകരർക്ക് നേരെ സൈന്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ മാത്രമാണ് റിജാസിന് പൊള്ളിയതും റിജാസ് പ്രതികരിച്ചതുമൊക്കെ. ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രതികരിച്ചതും നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണിപ്പോൾ റിജാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും റിജാസിന്റെ കൂടുതൽ ബന്ധങ്ങളിൽ അന്വേഷണം ശക്തമാക്കുന്നതും. ഇതുമാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ അന്വേഷിക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ, പ്രത്യേകിച്ച് തഹവൂർ റാണ പലതവണ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ NIA അന്വേഷിക്കുന്നുമുണ്ട്. തഹവൂർ റാണയ്ക്ക് കേരളത്തിൽ സംരക്ഷണം കൊടുത്തവർ, സഹായം കൊടുത്തവർ ആരാണ് എന്നതിലേക്കാണ് NIA അന്വേഷണം ശക്തമാക്കുന്നത്. തടിയൻ്റെ വിട നസീർ തഹവൂർ റാണയെ സഹായിച്ചു എന്നുള്ള തരത്തിൽ ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, സജാദ് ഗുൽ എന്ന ഒരു ഭീകരനും കേരളത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു. ലാബ് ടെക്നീഷ്യൻ എന്ന പേരിൽ കേരളത്തിൽ പലയിടത്തായി ഇയാൾ തങ്ങുകയും ഇവിടെ ഒരു സ്ഥാപനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ കേരളത്തിൽ ഭീകരരുമായി ബന്ധപ്പെട്ട വേരുകൾ ഉണ്ട് എന്ന് കേന്ദ്ര സംഘം പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി NIAയും അതുപോലെ തന്നെ IBയും ഒക്കെ നിരീക്ഷണവും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണിപ്പോൾ റിജാസിൻ്റെയും പേര് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.